ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഫുൾ ഡേ വ്ളോഗായിട്ടൊന്നുമല്ല, കാരണം ഇന്ന് കുറച്ച് നല്ല ബിസിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾ വ്ളോഗ്സ് കാണുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു എന്ന് പറയില്ല, കാരണം ഇന്ന് ഉസ്താദിന് ചിലവുള്ള ദിവസമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പുട്ടാണ് കേട്ടോ. പിന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് നൂലിപ്പുട്ടും പിന്നെ കടലക്കറിയുമായിരുന്നു. പിന്നെ മോളുടെ പിന്നെ തന്നെ നടക്കുവാണ്, ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കുവാണ് കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഫക്കെട്ടും ജലദോഷമൊക്കെ ആയ കാരണം കൊണ്ട് തീരെ ഫുഡ് കഴിക്കുന്നില്ല. ഞാൻ കൊടുത്ത ഫുഡ് മുഴുവൻ കാക്കയ്ക്ക് കൊടുത്ത കാരണം കൊണ്ട് കാക്ക കഴിക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പം പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 ദിവസം കൂടുമ്പോൾ മാറും. പക്ഷേ ഇങ്ങനെ ജലദോഷം കഫക്കെട്ടൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ അത് പെട്ടെന്ന് മാറില്ല, നല്ലോണം ടൈം എടുക്കും. 2-3 ആഴ്ചയൊക്കെ ചിലപ്പോൾ എടുക്കും. ഇപ്പോഴവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ. പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മാസം കൂടുമ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ ഉസ്താദ്മാർക്ക് ചിലവ് കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് അവർക്ക് ഒരു ദിവസത്തെ ഫുഡ് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പള്ളിയാണെന്നുണ്ടെങ്കിലും മദ്രസയാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, അവർക്ക് കൊടുക്കുന്ന കാരണം കൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ പൂരി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയതാണ്, അതായത് ഈ ഹാഫ് കുക്ക്ഡ് പൂരി ഇല്ലേ, ആ പാക്കറ്റിൽ വരുന്നത് അതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ മോളുടെ കിട്ടിയതാണോ എന്നറിയില്ല, എനിക്ക് നല്ല ജലദോഷവും തൊണ്ടവേദനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ പോലെ തന്നെ മോൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അവൾ തീരെ ഫുഡ് കഴിക്കാത്ത കാരണം കൊണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും വയ്യാതെ ഞാൻ എങ്ങനെ കിടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായയാണ് ഞാൻ കുടിച്ചത്. ചായയുടെ കൂടെ 2 മുട്ടപ്പാലടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് അവർക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് മുമ്പ് രാവിലെ തന്നെ വന്ന ഒരു പാക്കിംഗ് ആണ്. രാവിലെ മുതലേ ഇത് തുറന്നതെന്ന് പറഞ്ഞിട്ട് മോളെൻ്റെ പിന്നാലെ നടന്നതായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുറന്നു കൊടുക്കാതിരുന്നതാണ്. അപ്പോൾ ഇതൊരു സ്വിങ്ങാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഊഞ്ഞാൽ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും വെറുതെ അങ്ങോട്ട് പോകണമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതല്ലേ. അപ്പോൾ വീട്ടിൽ തന്നെ ഒരു സ്വിങ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. പിന്നെ ഇത് വീട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത്, വീട്ടിൽ തൂക്കാനൊന്നും പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. നമ്മൾ ഇവിടെ ഉള്ള എല്ലാത്തിലും ഫാനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് തൂക്കാനൊന്നും സ്ഥലമില്ല. പിന്നെ ഉണ്ട് കേട്ടോ, തൊട്ടിയെല്ലാം തൂക്കിയതിലൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ തൂക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നല്ല താഴ്ചയിൽ പോവുക, കാരണം അതിൽ ഒരു കൊളുത്തിടുമ്പോഴത്തേക്ക് നല്ല താഴ്ചയിൽ പോവുക, അല്ലാതെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഹൈറ്റായിട്ടും പോവുക കേട്ടോ. പിന്നെ അത് കാരണം കൊണ്ട് നമ്മൾ അതിന് പുറത്താണ് ഇട്ടത്. പുറത്ത് ഒരു കമ്പി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിലാണ് നമ്മളിത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കിട്ടിയപ്പോഴത്തേക്ക് മോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ അവൾ എന്തെല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു, തലയിൽ കൂടെ വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമുക്ക് പണി തന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് ഒതുക്കി ഇരുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരെണ്ണം വാങ്ങിയതാണ്. പിന്നെ ഇതിന് വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ, ഒരു അറൗണ്ട് 400 റേഞ്ചിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പം ഞാനിത് കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നതായിരുന്നു. പിന്നെ എന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇടയിൽ കൂടെ വരുന്നതായിരുന്നു കൊണ്ട് പിന്നെ അത് വാങ്ങിക്കാൻ വിട്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്താണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല സൗകര്യത്തിൽ കറക്റ്റ് ഹൈറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ സേഫ്റ്റി ബെൽറ്റ്സും അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അതുകാരണം കൊണ്ട് നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇവൾ അതൊന്ന് ഇറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളെപ്പോഴും അടുത്ത് തന്നെ വേണമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും കുറച്ച് നേരമെങ്കിലും മോളെ അടക്കി ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുവാണ്. പിന്നെ ഇത് വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. രാത്രിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബെഡ് മാത്രം ഊരിയിട്ട് അകത്തേക്ക് എടുത്തിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇപ്പോൾ ഞാൻ 1-2 വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രിയിൽ മാത്രമേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നാൽ എനിക്ക് മോളവിടെ പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഇത് ഫുള്ളിങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാകും കേട്ടോ. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോകും. ഇങ്ങനെ റൂം ഇങ്ങനെ അടുക്കി പെറുക്കി ഓർഗനൈസ് ആക്കി ഇരിക്കാതിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പക്ഷേ മോള് എപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് വരെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്ക് ഇത് തന്നെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ കുറച്ച് ദിവസം മുമ്പ് പിന്നെയും എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. സ്കാനിങ് ഉണ്ടായിരുന്നു, പിന്നെ ഡോക്ടേഴ്സിൻ്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മൾ പുറത്ത് പോയാൽ പിന്നെ ആ ദിവസത്തെ കാര്യങ്ങളെല്ലാം പെൻഡിങ്ങാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ മാത്രമാണ് പഠിക്കാനാണെന്നുണ്ടെങ്കിലും വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും സമയം കിട്ടുന്നത്. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ടയർഡാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ മലയാളവും ഇംഗ്ലീഷൊക്കെ നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ അതാണ് നോക്കുന്നത്. ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും മലയാളം ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ.
പിന്നെ റിവിഷൻ അതുപോലെ അത് ടോപ്പിക് വൈസായിട്ട് ഞാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയും എത്തിയിട്ടില്ല. മാത്സ് ഏറെക്കുറെ പകുതി ആയിട്ടുണ്ട്. പക്ഷേ മലയാളം ഞാൻ തുടങ്ങിയിട്ടില്ല. മലയാളം ഞാൻ നെക്സ്റ്റ് മന്തിൽ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് പകുതിയായിട്ട് അങ്ങനെ പകുതിയല്ല സ്റ്റാർട്ടിംഗ് ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഇംഗ്ലീഷിൽ ഞാൻ ഗ്രാമർ പോർഷൻസ് ആണ് കേട്ടോ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൊക്കാബുലറി ഞാൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വൊക്കാബുലറി പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള സമയം എവിടെയും കിട്ടുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഈ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ലക്ഷ്യയുടെ ക്ലാസ് റൂം സീരീസിൽ വരുന്ന പുസ്തകങ്ങളാണ്, മലയാളത്തിൻ്റെയും ഇംഗ്ലീഷും. അപ്പം ഇതിൽ വൊക്കാബുലറിയും പിന്നെ ഉള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ 2020 അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വൊക്കാബുലറി ഒന്നും എനിക്ക് ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ല. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അത് സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ് കേട്ടോ. ഇപ്പോൾ വരുന്ന വൊക്കാബുലറിയൊക്കെ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ SCRTയും കൂടെ നോക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണല്ലോ. ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ അധികം ചോദിക്കാറില്ല. അപ്പം എനിക്ക് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട് കേട്ടോ വൊക്കാബുലറീസിൽ. അതായത് ആൻറ്റോണിയംസ്, സിനോണിയംസ്, പിന്നെ സ്പെൽ ചെക്ക്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് മലയാളത്തിലും പദശുദ്ധിയും അതുപോലെ വേറെന്താ സമാനപദം, അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പോർഷൻസൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള പോർഷൻസൊന്നും എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും മലയാളം കമ്പാരിറ്റീവ്ലി എനിക്ക് വലിയ കുഴപ്പമില്ല ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഗ്രാമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പ്രിപ്പോസിഷൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അത് ചില കീവേഡ്സ് വരുന്നുണ്ടല്ലോ, അത് കാണാതെ പഠിക്കണം. ചില വാക്കുകളുടെ കൂടെ ആ ഒരു പ്രിപ്പോസിഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നൊക്കെ പണ്ട് നമ്മൾ കുറേ അങ്ങനെ പഠിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാതെ പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ബൈ ഹാർട്ട് പഠിക്കാറേ ഇല്ല. ഇപ്പോൾ കുറേ എങ്ങനെ ടോപ്പിക്ക് കാണുന്നുണ്ടെങ്കിലും അങ്ങനെ വായിച്ച് പോവുക, മനസ്സിലാക്കിയിട്ട് പോവുക, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ബൈ ഹാർട്ട് പഠിക്കാത്ത കാരണം കൊണ്ട് എനിക്കിപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ എന്തെങ്കിലും ഈസി വേ അല്ലെങ്കിൽ നല്ല എളുപ്പമായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് അല്ല, ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നതാണ്. കാരണം നമ്മൾ ഇനിയും ഒരിക്കൽ കൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈലൈറ്റ് ചെയ്തത് മാത്രം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഞാൻ ആൻസർ മാർക്ക് ചെയ്യാറില്ല കേട്ടോ. അതിന് ആൻസേഴ്സ് എല്ലാം കൂടെ തന്നെ ഉണ്ട്. അവിടെ ഒരു കുറച്ച് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതിൽ ഞാൻ ആൻസേഴ്സ് ഒന്നും അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാറില്ല. ചിലവർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്നിച്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അതിനേക്കാളും നല്ലത് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ പെടും. പിന്നെ അത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വീണ്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും റിവിഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും കൂടെ ഒന്നിച്ച് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ആൻസർ നമ്മുടെ ലോജിക്കിന് അത് ചിന്തിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിന് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ക്ലിയർ ആയിട്ടില്ലയോ എന്നുള്ള കാര്യങ്ങൾ, വീണ്ടും റിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്ത് വെക്കുക, ആൻസർ മാർക്ക് ചെയ്ത് വെക്കാതിരിക്കുക, അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ നോക്കുന്നത് കമ്പ്യൂട്ടറാണ് കേട്ടോ. കമ്പ്യൂട്ടർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ എനിക്ക് കുറച്ച് എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത് കുറച്ച് സ്പീഡിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു റാങ്ക് ഫയൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ചും കോൺസെപ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡിസ്ക് ഷെഡ്യൂളിങ് അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ നോട്ട്സും കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോട്ട്സ് എഴുതിയ കാരണം കൊണ്ട് അതൊന്ന് പെട്ടെന്ന് റിവിഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നോട്ട്സ് വേണമെന്നുള്ളത്. ഏതൊരു കാര്യത്തിനും ഞാനിപ്പോൾ ഒരു ചെറിയ ഷോർട്ട് നോട്ട്സ് പോലെ എഴുതി വെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ നോട്ട്സ് എഴുതി കഴിയുമ്പോഴാണ് എനിക്ക് പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുന്നത്. ഈ ഒരു നോട്ട്സും കൂടെ ഒന്ന് റിവിഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ബുക്കിൽ ഞാൻ ഏകദേശം എല്ലാ പേജുകളും എല്ലാ പാർട്സും ഞാൻ എഴുതി തീർത്തിട്ടുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു മിനി റാങ്ക് ഫയലിൻ്റെ ഒരു പരുവത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തീർന്ന കാരണം കൊണ്ട് ഞാൻ പുതിയൊരു പുസ്തകം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മെയിനായിട്ടും ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷും മാത്സുമാണ് ഇതുവരെ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ
GK പോർഷൻസ് ഇതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം പോയിൻറ്റ്സ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ വലിയ റാങ്ക് ഫയൽ എനിക്ക് തീരെ യൂസ് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. കാരണം ആ ഒരു റാങ്ക് ഫയൽ ഉള്ള കാരണം കൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഡീമോട്ടിവേഷൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു റാങ്ക് ഫയൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും എനിക്ക് ശരിക്കും തുടക്കത്തിൽ അറിയില്ലായിരുന്നു. കഴിഞ്ഞ LDCക്ക് പഠിക്കുമ്പോൾ ഒറ്റ വോളിയൂംസ് ഉള്ള റാങ്ക് ഫയൽ പഠിച്ച് ഓരോ പേജും ഓരോ വാക്കുകളും ഞാൻ കാണാപ്പാഠം ബൈ ഹാർട്ട് പഠിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരു എക്സാമിന് പോയിട്ടുണ്ട് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഇന്ന പേജിലത്തെ ആ ഒരു പോർഷനിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ശേഷം പിന്നെ എനിക്ക് ഫുൾ ഇങ്ങനെ ബൈ ഹാർട്ട് കാണാതെ പഠിക്കണം എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ വലിയ റാങ്ക് ഫയൽ കിട്ടിയപ്പോഴത്തേക്ക് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാതെ ഞാൻ അത് യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട് കഴിഞ്ഞ 10th മെയിൻസിനൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വലിയ റാങ്ക് ഫയൽ യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ നമ്മൾ അതിലുള്ള ആ ഒരു വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുത്തതിന് ശേഷം നമ്മുടേതായ രീതിയിലൊരു കുഞ്ഞു നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് തോന്നുന്നു നല്ലത്. ആ ഒരു പോർഷനെ കുറിച്ചൊരു ചെറിയൊരു സത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ നോട്ട്സിൽ എഴുതണം. അപ്പം ഇതാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വലിയ റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് അധികം ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം നോട്ട്സ് എഴുതുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ റാങ്ക് ഫയൽ എല്ലാ ടോപ്പിക്കും റാങ്ക് ഫയൽ മാത്രം നോക്കിയിട്ട് പഠിക്കണം എന്നും പറയുന്നില്ല. അപ്പോൾ ITയുടെ നോട്ട്സ് ഞാൻ കംപ്ലീറ്റും റാങ്ക് ഫയൽ നോക്കിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് 1-2 ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ടോപ്പിക്കുകൾ ഫുൾ റാങ്ക് ഫയൽ മാത്രം നോക്കാറുണ്ട്. ചില ടോപ്പിക്കുകൾ റാങ്ക് ഫയലിൻ്റെ പുറത്തും നമുക്ക് നോക്കേണ്ടി വരും. അത് നമുക്ക് ആ ഒരു ടോപ്പിക്കുകൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സിലബസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അതിന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കും നന്നായിട്ട് റാങ്ക് ഫയൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ റാങ്ക് ഫയലുള്ള എല്ലാ കാര്യങ്ങളും കാണാതെ പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അതിൽ കാണാതെ പഠിക്കാൻ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2 വോളിയൂംസിൽ വരുന്ന റാങ്ക് ഫയലാണെന്നുണ്ടെങ്കിലും ഒറ്റ വോളിയൂംസിൽ വരുന്നതാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ എല്ലാം ഫുൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം വരുന്നൊന്നുമല്ല. ഇതൊക്കെ എക്സാമിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതല്ല. ഇത് പല റെഫറൻസ് നോക്കിയിട്ട് അവർ കണ്ടെത്തി എഴുതുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ സെമിനാർസ് അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ബിബ്ലിയോഗ്രാഫി കറക്റ്റ് കാണിക്കുന്നതായിരുന്നു. അതായത് ഏത് റെഫറൻസിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എടുത്തതെന്നുള്ളതിൻ്റെ കാര്യം നമ്മൾ ബിബ്ലിയോഗ്രാഫി ആയിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ റാങ്ക് ഫയൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാലത്തും എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. നമ്മൾ ഫുള്ളൊരു PSC ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് അതിലുള്ളതെന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ടൻസ് മൊത്തം നമ്മുടെ PSCനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് SCERT ആണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് SCERTയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പറഞ്ഞാൽ PSC കിട്ടുമെന്ന്. അങ്ങനെ പറയാനും പറ്റില്ല കേട്ടോ. കാരണം SCERTയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ NCERTയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ SCERTയിലും NCERTയിലും മാത്രം എല്ലാ പോയിൻറ്റ്സും ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടെന്നും പറയാൻ പറ്റില്ല. കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് റാങ്ക് ഫയൽ നോക്കിയിട്ടും പഠിക്കേണ്ടി വരും. അപ്പോൾ SCERTയും NCERTയും റാങ്ക് ഫയലും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം വേണം. ഒന്നും നമുക്ക് ഒഴിവാക്കാനും ഇല്ല. പക്ഷേങ്കിൽ എല്ലാം നമുക്ക് വേണമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ PSCയുടെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുമായിരിക്കും. ബൈ.